ശബരി റെയിൽ പാതയ്ക്ക് ചൂളം വിളിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കിക്കാർ ഉൾപ്പെടെയുള്ളവർ. കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചതോടെയാണ് എന്നേക്കുമായി മുടങ്ങുമെന്ന് കരുതിയ പദ്ധതിക്ക് പുതുജീവനേകുന്നത്. അങ്കമാലി മുതൽ മൂവാറ്റുപുഴയും തൊടുപുഴയും കടന്ന് കോട്ടയം ജില്ലയിലെ പാല ഭരണങ്ങാനം വഴിയാണ് നിർദ്ദിഷ്ട ശബരി റെയിൽ പാത. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാനും സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. മധ്യകേരളത്തിന്റെ മുഖച്ഛായ മാറ്റേണ്ട പദ്ധതി 14 സ്റ്റേഷനുകളുമായി വെറും 111 കിലോമീറ്റർ മാത്രം ദൂരം 1998 വിഭാവനം ചെയ്തെങ്കിലും ഇന്നും ട്രാക്കിലായില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പങ്കാളികളായാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. പലതവണ മാറി വന്ന സർക്കാരുകൾ പണം വകയിരുത്തിയെങ്കിലും പദ്ധതി തുടങ്ങിയിടത്ത് തന്നെ സ്റ്റോപ്പിട്ട അവസ്ഥയിലാണ്. പദ്ധതി മരവിപ്പിച്ച നടപടി ദിവസങ്ങൾക്ക് മുൻപ് റെയിൽവേ മന്ത്രാലയം റദ്ദാക്കിയിരുന്നു. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി 313 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. 1300 കോടി രൂപയാണ് സ്ഥലമെടുപ്പിനായി വേണ്ടിവരിക. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന മന്ത്രിസഭയാണ് കിഫ്ബി വഴി 1900 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തിയത്. 20 വർഷത്തിലേറെ കാലമായിട്ട് ഈ റെയിൽവേ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതല്ലാതെ ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ അതിൻ്റെ കുറേയേറെ കഷ്ടപ്പാട് നടത്തുന്നുണ്ട്. എന്തെങ്കിലും ഇത് വേണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല, സ്ഥലമൊന്നും വിൽക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴെങ്കിലും ഇത് വരും എന്ന് തോന്നുന്ന ഒരു തോന്നലുള്ളതായിട്ടുണ്ട്. ഇപ്പോൾ പകുതി പൈസ സംസ്ഥാന ഗവൺമെൻറ് മുടക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് വരും എന്ന് തോന്നുന്നു. വരികയാണെങ്കിൽ അത് വന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രയോജനം നാട്ടുകാർക്ക് കിട്ടിയെന്ന് വരും. പല വീടുകളുടെയും പറമ്പുകളിലും സദേൺ റെയിൽവേ ഇതിനോടകം സർവേ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2800 കുടുംബങ്ങൾ നഷ്ടപരിഹാരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 28ആയി. കാലടി മുതൽ തൊടുപുഴ വരെ 58 കിലോമീറ്റർ പാതയുടെ നിർമ്മാണത്തിന് റെയിൽവേക്ക് തടസ്സമില്ല. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് വനംവകുപ്പിന്റെ തടസ്സങ്ങൾ ഇല്ല എന്നത് പദ്ധതിയുടെ നടത്തിപ്പിന് സഹായകരമാണ്. സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചാൽ പദ്ധതി അതിവേഗം ട്രാക്കിലെത്തും. സാധനം ഇത് വരുമെന്നുള്ളതിന് ഏറെക്കുറെ പ്രതീക്ഷയ്ക്ക് വകയുള്ള തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ സമീപനം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് പകുതി പൈസ കൊടുക്കാം, സ്ഥലമെടുപ്പ് പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായാൽ 2 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ സർക്കാർ കാലാവധി അവസാനിക്കുന്ന കാലത്തെ പദ്ധതിക്കുള്ള പണം നീക്കിയിരിപ്പിനെ സംശയത്തോടെയാണ് ശബരി റെയിൽപാത സംരക്ഷണ സമിതി നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും മധ്യകേരളത്തിൻ്റെ വികസനത്തിന് ശബരിപാത കൊണ്ട് ഇനി ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവുകയുള്ളൂ. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്ന ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശബരിപാതയ്ക്ക് ഫണ്ട് അനുവദിക്കാം എന്ന് പറയും. അത് കഴിയുമ്പോൾ അവർ ശബരിപാതയെ തള്ളിപ്പറയുകയും തമസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് 100% ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ്, കേരളത്തോട് കാണിക്കുന്ന ഒരു ചതിയാണ് എന്നാണ് ശബരി റെയിൽവേ സംരക്ഷണ സമിതിക്ക് ഈ കാരണത്തിൽ പറയാനുള്ളത്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും വാഴക്കുളവും കടന്ന് ഇടുക്കി, തൊടുപുഴ, കരിങ്കുന്നം വഴിയാണ് കോട്ടയത്തെ രാമപുരത്തേക്ക് നിർദ്ദിഷ്ട പാത കടക്കുക. അങ്കമാലി മുതൽ തൊടുപുഴ വരെ റെയിൽ നിർമ്മാണത്തിന് സാമൂഹിക ആഘാത പഠനവും ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. 28 വർഷങ്ങൾക്ക് മുമ്പ് വിഭാവനം ചെയ്ത ഒരു പദ്ധതി 3000 കോടി രൂപയിലധികമാണ് ഇന്നത്തെ കണക്കാക്കുന്ന ചെലവ്. 1900 കോടി രൂപ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി എത്ര തുക ഇനി മാറ്റിവെക്കും? റെയിൽവേ സ്വപ്നം കാണുന്ന ഇടുക്കി ജില്ലയ്ക്കുൾപ്പെടെ വലിയ പ്രതീക്ഷയാണ് ശബരി റെയിൽപാത. സനൽ ഇളമജിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.